കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ യാങ്ഷി മിനിയാങ്ങിൻ്റെ ഓഫീസിൽ എത്തുന്നതാണ് കണ്ടത്. ഇനി അടുത്ത ഭാഗം എന്താണെന്ന് നമുക്ക് നോക്കാം. യാങ്ഷി പറഞ്ഞു, സി വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഞാൻ അവൻ്റെ അടുത്തേക്ക് പോവാണ് എന്നും പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങുമ്പോൾ മിനിയാങ് പറഞ്ഞു, എടി കള്ളി, സി രാവിലെ മുതലേ ഒറ്റയ്ക്കല്ലേ കളിക്കുന്നത്, നീ അവൻ്റെ അടുത്ത് ഇന്ന് ഉണ്ടായിട്ടേ ഇല്ലല്ലോ. അപ്പോൾ അവൾ ചോദിച്ചു, അത് നിനക്ക് എങ്ങനെ അറിയാം? അപ്പോൾ അവൻ തൻ്റെ മൊബൈലിൽ അവൾക്ക് CCTV കാണിച്ചു കൊടുത്തു. ഇത് കണ്ട് അവൾ അത്ഭുതത്തോടെ, നീ നിന്റെ വീട്ടിൽ CCTV വെച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ ഡ്രസ്സ് മാറുന്നത് പോലും നീ കണ്ടിട്ടുണ്ടാവുമല്ലോ. താ നിന്റെ മൊബൈൽ എനിക്ക് താ, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് അവൻ്റെ മൊബൈൽ തട്ടിയെടുക്കാൻ നോക്കുന്നു. രണ്ടാളും അടിപിടി കൂടി. അവസാനം യാങ്ഷി മൊബൈൽ കൈക്കലാക്കി. അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇവരുടെ രണ്ടാളുടെയും ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മിനിയാങ് യാങ്ഷിയോട് പറഞ്ഞു, ഈ CCTV ഞാൻ ഇപ്പോൾ വെച്ചൊന്നുമല്ല, എൻ്റെ വീട്ടിൽ ഇത് നേരത്തെ തന്നെ ഉള്ളതാണ്. യാങ്ഷി മൊബൈലിൽ ലൈവായിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവൾ വീട്ടിലെ വേലക്കാരി സിയെ ഉപദ്രവിക്കുന്നത് അതിലൂടെ കണ്ടത്. അവൾ അത് മിനിയാങ്ങിന് കാണിച്ചുകൊണ്ട് ചോദിച്ചു, ദാ ഇത് നോക്ക്, ഇവളെയാണോ നിങ്ങൾ സിയെ നോക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തത്? ഇവള് ദാ നമ്മുടെ സിയെ ഉപദ്രവിക്കുന്നത് നോക്ക്. ഇത് കണ്ട് മിനിയാങ്ങും വല്ലാതെ അപ്സെറ്റ് ആകുന്നു. ഉടനെ തന്നെ രണ്ടാളും വീട്ടിലേക്ക് എത്തി. കയ്യോടെ അവർ വേലക്കാരിയെ പിടിച്ചു. മിനിയാങ് വേലക്കാരിയോട് പറഞ്ഞു, നീ ഉടനെ തന്നെ സിയോട് മാപ്പ് പറഞ്ഞോളണം, ഇല്ലെങ്കിൽ നിന്റെ ജീവിതം ഇനി മുതൽ ജയിലിലായിരിക്കും. വേലക്കാരി ഉടനെ തന്നെ സിയോട് സോറി പറഞ്ഞ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഇപ്പോൾ സി ഉറങ്ങുകയാണ്. യാങ്ഷി മിനിയാങ്ങിനോട് പറഞ്ഞു, നീ സിയെ പ്രൊട്ടക്റ്റ് ചെയ്തു, അതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അതെൻ്റെ ഡ്യൂട്ടി അല്ലേ. യാങ്ഷി പറഞ്ഞു, ഇന്ന് നമ്മൾ ഭാഗ്യം കൊണ്ട് ഇവിടെ സിയെ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടു, പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് മുൻകരുതൽ എടുക്കണം, എന്നാലേ സിക്ക് ഇനിയെങ്കിലും ഹേർട്ട് ചെയ്യാതിരിക്കൂ. അതുകൊണ്ട് നീ ഇവിടെ വെച്ച CCTVയുടെ ലൈവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കൂടി കാണുന്ന തരത്തിൽ സൗകര്യം ചെയ്തു തരണം. അപ്പം എനിക്ക് എവിടെ ഇരുന്നാലും സിയെ ശ്രദ്ധിക്കാലോ. അപ്പം മിനിയാങ് പറഞ്ഞു, ഞാൻ ആലോചിച്ചപ്പോൾ സിക്ക് നിന്റെ ആവശ്യമുണ്ട്, അവന് നീ ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് ഇനി മുതൽ നീ ഇവിടെ തന്നെ താമസിച്ചോളൂ, എനിക്കതിൽ ഒരു എതിർപ്പുമില്ല. അപ്പോൾ അവൾ അതനുസരിച്ചെങ്കിലും സിയെ തനിക്ക് മാത്രമായി കിട്ടാനാണ് അവൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ മിനിയാങ് തൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കാതെ അത് നടക്കില്ല എന്നവൾക്കറിയാം. യാങ്ഷി പറഞ്ഞു, ശരി, ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തയ്യാറാണ്, പക്ഷേ നീ എന്നിൽ നിന്നും ഒരു കാര്യവും ഒളിച്ചു വെക്കരുത്. അതുകൊണ്ട് നീ സത്യം പറ, എൻ്റെ ചേട്ടത്തിയുടെ സമ്മതപത്രം നിന്റെ കയ്യിലുണ്ടോ ഇല്ലയോ? വേഗം പറ. അവൻ പറഞ്ഞു, ഉണ്ട്, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിനക്കത് കാണിച്ചു തരാം എന്നും പറഞ്ഞ് അവൻ അവൾക്ക് ആ പേപ്പർ കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് അവൾ ചോദിച്ചു, നീ ഇതെന്തുകൊണ്ട് എന്നെ നേരത്തെ കാണിച്ചില്ല? അല്ല, എനിക്ക് വിചിത്രമായി തോന്നുന്നത് ഇതാണ്, ചേട്ടത്തിയമ്മ ഇതെന്തിനാണ് ഇത്ര നേരത്തെ എഴുതി വെച്ചത്? ഇതിന് പിന്നിൽ എന്തോ കാരണമുണ്ട്. മിനിയാങ് പറഞ്ഞു, അതെ, നീ പറഞ്ഞത് ശരിയാണ്, ഈ കാര്യം ആലോചിച്ച് ഞാനും വല്ലാത്ത ടെൻഷനിലാണ്. എന്തെങ്കിലും കാരണം ഉണ്ടാകും, അതുകൊണ്ടാണ് എൻ്റെ പെങ്ങളെ ഇങ്ങനെ എഴുതി വെച്ചത്. അതുകൊണ്ട് യാങ്ഷി, നീ എനിക്കൊരു മാസത്തെ സമയം തരണം, അപ്പോഴേക്കും ഞാൻ ഇത് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അപ്പോൾ യാങ്ഷി പറഞ്ഞു, ഓക്കെ, ഞാൻ സമ്മതിച്ചു, പക്ഷേ ഒരു മാസത്തിൽ ഒരു ദിവസം കൂടി അധികമാവരുത്. എനിക്ക് നിന്നെ അത്ര വിശ്വാസമൊന്നുമില്ല, പക്ഷേ സിയെ വിചാരിച്ച് ഞാൻ ഇത് ചെയ്യാം. അത്രയും പറഞ്ഞ് അവൾ അവൻ്റെ അടുത്ത് നിന്ന് പോകുന്നു. അതിനുശേഷം മിനിയാങ് യാങ്ഷിയുടെ ബ്രദറായ യൂസാങ്ങിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയപ്പോൾ മനസ്സിലായത് ഈ ഒരു വർഷത്തിനുള്ളിൽ അയാൾ ഒരുപാട് പൈസ ബാങ്കിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കണ്ടിട്ട് മിനിയാങ് അമ്പരന്ന് പോയി. എന്തിനാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത്? ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ യാങ്ഷി അവിടേക്ക് വന്നിട്ട് അവനോട് ചോദിച്ചു, ഈ പാതിരാത്രിയിൽ നീ ഇവിടെ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജോലി ചെയ്യുകയാണ്, നീ ദയവ് ചെയ്ത് പോയി കിടന്നുറങ്ങൂ. ഇത് കേട്ട് അവൾ അവിടുന്ന് പോയി. കുറച്ചു കഴിഞ്ഞ് മിനിയാങ് ഉറങ്ങാനായി തൻ്റെ റൂമിലേക്ക് പോകുകയായിരുന്നു. അപ്പോഴാണ് സി അതിലൂടെ നടന്നു വരുന്നത് കണ്ടത്. അവൻ ഉറങ്ങിക്കൊണ്ടാണ് നടക്കുന്നത്. അതായത് സിക്ക് സ്ലീപ്പ് വാക്കിംഗ് എന്ന അസുഖമുണ്ട്. മിനിയാങ് അവനെ എടുത്ത് ബെഡിൽ കിടത്തി. യാങ്ഷിയും നിലത്തിരുന്ന് ബെഡിൽ തലവെച്ച് കിടക്കുകയാണ്. അവളെയും അവൻ പൊക്കിയെടുത്ത് ബെഡിൽ കിടത്താൻ നോക്കി. പക്ഷേ യാങ്ഷിയെ പൊക്കാൻ അത്ര എളുപ്പത്തിൽ കഴിയില്ലല്ലോ. അവൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ബാലൻസ് പോയി. അതോടൊപ്പം ഒരുതരം റൊമാൻറ്റിക് ടച്ചും അവൻ അനുഭവപ്പെട്ടു. അവൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ഉടനെ തന്നെ അവൻ അവളെ അവിടെ തന്നെ വിട്ടിട്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. മിനിയാങ് ആണെങ്കിൽ ഇതുവരെ ഒരു പെണ്ണിനെയും പ്രേമിച്ചിട്ടില്ല. എന്തായാലും അവൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് തട്ടിയിട്ടുണ്ട്. അങ്ങനെ രാവിലെയായി. യാങ്ഷി ഉറങ്ങി എണീറ്റു. അവളെ നോക്കിയപ്പോൾ അടുത്ത് സിയെ കാണുന്നില്ല. അവൾ ആകെ പരിഭ്രമിച്ച് അവനെ കണ്ടുപിടിക്കാൻ ഓടി. സി ആണെങ്കിൽ ഇവിടെ തൻ്റെ അങ്കിളുമായിട്ട് കളിക്കുകയാണ്. യാങ്ഷിയെ കണ്ടപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആൻറ്റി, ഈ കറുത്ത കരടി എന്നെ തിന്നാൻ വരുന്നു, എന്നെ രക്ഷിക്കൂ.
അങ്ങനെയൊക്കെ പറഞ്ഞു. യാങ്ഷി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മിനിയാങ് കുളിച്ചിട്ട് വരികയാണ്. കുളിച്ചിട്ട് വരുന്ന അവനെ യാങ്ഷി കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, യാങ്ഷി ഉടനെ തന്നെ തൻ്റെ നോട്ടം താഴേക്ക് മാറ്റുകയാണ്. പിന്നീട് മിനിയാങ് അവളുടെ അടുത്തെത്തി അവളോട് പറഞ്ഞു, ഇന്നലെ രാത്രി സിസി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നിരുന്നു. ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് നീ അവനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകണം. ഓക്കെ? ഇത്രയും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോയി. അടുത്ത സീനിൽ യാങ്ഷി സിസിയോട് പറയുകയാണ്, മോനെ, ഇന്ന് ഞാനും നിന്റെ അങ്കിളും കൂടി നിന്നെ ഒരു സ്ഥലത്ത് കളിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ? ആൻറ്റി, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ കറുത്ത കരടിയെ കൂട്ടാതെ പോവാം. അപ്പോൾ യാങ്ഷി പറഞ്ഞു, അങ്ങനെ പറയരുത്, ഇത് നിന്റെ അങ്കിളാണ്, നീ അങ്കിളിനെ റെസ്പെക്റ്റ് ചെയ്യണം. എന്നിട്ട് അവൾ മിനിയാങ്ങിനോട് പറഞ്ഞു, വക്കീലെ, ഇവൻ പറയുന്നത് കേട്ട് ഒന്നും വിചാരിക്കരുത്, ഇവന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ അവൻ നിങ്ങൾക്കൊരു നിക്നെയിം ഒക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ സിസി, നമുക്ക് പോകാം. അങ്ങനെ അവർ പോകാൻ റെഡി ആയപ്പോൾ വലിയൊരു ഇടിയും മഴയും ഒക്കെ വരാൻ തുടങ്ങി. ഇടി കേട്ടിട്ട് മിനിയാങ് ആണെങ്കിൽ വല്ലാതെ അസ്വസ്ഥനാകുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അവൻ്റെ പാസ്റ്റ് ലൈഫിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നാണ്. അവസാനം മിനിയാങ് എങ്ങനെയൊക്കെയോ അവൻ്റെ റൂമിലെത്തി. അവൻ്റെ അസ്വസ്ഥത കണ്ട് യാങ്ഷിയും അവൻ്റെ പുറകെ തന്നെ പോയി. മിനിയാങ് റൂമിൽ ഒരു പെട്ടിക്കകത്ത് കയറി കിടന്നു. ഇടിയുടെ ഒച്ച കേൾക്കാതിരിക്കാനാണ് അവൻ അങ്ങനെ ചെയ്തത്. യാങ്ഷി പേടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു, വക്കീലെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇത് കേട്ട് അവൻ അലറിക്കൊണ്ട് അവളോട് പറഞ്ഞു, നീ ഇവിടുന്ന് പോകൂ എന്ന്. ഇത് കേട്ട് അവൾ വേഗം തന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. എന്തോ സംഭവം ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും പിന്നെ മറക്കാതെ എല്ലാവരും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി നമുക്ക് കാണാം.